ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ബൊഗെയിൻവില്ല ഇതേപോലെ പൂക്കാനായിട്ട് നമ്മൾ എന്ത് വളമാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നഴ്സറികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ ബൊഗെയിൻവില്ലകൾ പൂത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന വളമാണ് ഞാനിപ്പോൾ ഇതിന് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി കളറുകൾ ഇല്ലെങ്കിൽ പോലും, ഒരു കളർ ഉള്ളെങ്കിൽ പോലും നമ്മളിത് നിറച്ച് നട്ട് കൊടുത്താൽ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ ബൊഗെയിൻവില്ലകളുണ്ട്. പക്ഷേ എല്ലാവരുടെയും പ്രശ്നമാണ് ബൊഗെയിൻവില്ല നന്നായിട്ട് പൂക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് പൂക്കാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളം ഏതാണ് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളം ഇതാണ് കേട്ടോ. NPK 19-19-19. അപ്പോൾ ഇത് നമുക്ക് ഫോളിയാർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ ഉപയോഗിക്കാം, അതേപോലെ തന്നെ മണ്ണിൽ നേരിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് വേണം ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു അളവിൽ ചെയ്ത് കൊടുത്തില്ല, കൂടുതലായി പോയാൽ നമ്മുടെ ചെടികളെല്ലാം ഉണങ്ങിപ്പോവും, വേരൊക്കെ കെട്ടുപോയിട്ട് ചെടികളൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതെ നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ, ഇല കാണാതെ പൂക്കൾ നമുക്കുണ്ടാവും. ഇത് കണ്ടോ, കണ്ടോ, ഇത് പ്രത്യേക ടൈപ്പ് മഞ്ഞ കളറ്, അതേപോലെ തന്നെ ലാവൻഡർ 2 കളറുണ്ട്. ചെറിയ ടൈപ്പ് ലാവൻഡർ, ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ, ബൊക്കെ പോലെ ഇരിക്കുന്നു, ഒരൊറ്റ ഇല പോലും ഇല്ലാതെ നിറച്ച് പൂക്കളായിട്ട് നല്ല ഭംഗിയുള്ള കളറ്. ഇത് ചെറിയൊരെണ്ണം വൈറ്റ്, ഓറഞ്ച്. വളം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഇവർ നഴ്സറികളിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് 15 ദിവസം കൂടുമ്പോൾ വലിയ പ്ലാന്റാണ്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളതെല്ലാം അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിന് ചെയ്ത് കൊടുക്കാവുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 ലിറ്റർ വെള്ളത്തിൽ ഇതേപോലെയുള്ള സ്പൂണിന്, ഇത് നോക്കിക്കേ, കണ്ടോ, ഇതേപോലത്തെ സ്പൂണിന് 1.5 സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി, ചെറിയ പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലത്തെ വലിയ പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ 10 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇതേപോലത്തെ 3 സ്പൂണ് NPK ചേർത്ത് കൊടുക്കണം. വെച്ചാൽ ഒത്തിരി നിറച്ചിട്ടല്ല, ഇതേപോലെ വടിച്ച് ഒരു 3 സ്പൂണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ 3 സ്പൂണ്, അത് 10 ലിറ്റർ വെള്ളത്തിലോട്ട്. അതിനുശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് ലയിപ്പിക്കുന്നുണ്ട്. വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല, വെള്ളം ഒട്ടും കുറയരുത്. അതേപോലെ തന്നെ നമ്മൾ ഈ NPKയുടെ അളവും ഒട്ടും കൂടരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ലൈറ്റ് പിങ്ക് കളർ ഉണ്ടാവും, നമ്മൾ ഈ കലക്കി കഴിയുമ്പോൾ ഈ വെള്ളത്തിന് ചെറിയൊരു പിങ്ക് കളർ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇത് ഇതേപോലെ 1 കപ്പ് വെള്ളം ഒരു ചട്ടിയിലോട്ട് എന്നുള്ള കണക്കിനാണ് ഒഴിച്ചു കൊടുക്കുക. കാരണം പറഞ്ഞാൽ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടിയിൽ നിന്ന് പുറത്ത് പോകരുത്, ഒഴുകി പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ 1 കപ്പ് വെള്ളം ഇതേപോലെ മണ്ണിലോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും. വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ചെടിയിലോട്ട് പെട്ടെന്ന് വലിച്ചെടുത്തോളും. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ കപ്പ് എല്ലാ ചട്ടികളിലും ഒഴിച്ചു കൊടുക്കാറുണ്ട് 15 ദിവസം കൂടുമ്പോൾ. അപ്പോൾ നമുക്ക് പൂക്കൾ പോയാലും പിന്നെയും ഇതേപോലെ കണ്ടോ, വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് വീണ്ടും ഉണ്ടായി വരും. അപ്പോൾ ഇപ്പോഴും പൂക്കളായിരിക്കും. നമുക്ക് വേനൽക്കാലത്ത് ഇപ്പോഴും ഇതേപോലെ തന്നെ പൂക്കൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടായി നിൽക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൂക്കൾ ഉണ്ടാവാതെ ബൊഗെയിൻവില്ലകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 15 ദിവസം കൂടുമ്പോൾ ഈ വളം നിങ്ങൾ ഉപയോഗിച്ച് കൊടുത്താൽ മതി. വെള്ളം കൂടുതൽ ഉപയോഗിക്കണം, വെള്ളം കൂടുതൽ എടുക്കണം, ഒട്ടും വെള്ളം കുറച്ചെടുക്കരുത്. ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് പെയ്ഡ് പ്രൊമോഷനാണെന്നത്. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒത്തിരി വളങ്ങൾ ഉപയോഗിച്ചിട്ടും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു വളമാണിത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബൊഗെയിൻവില്ലകൾ ആരുടെയിലൊക്കെ പൂക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതേപോലെ നല്ല പൂക്കളുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്